ഞാൻ ഈ പറയാൻ പോകുന്ന കണ്ടീഷൻസ് അറിയാതെയാണ് നിങ്ങൾ സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. ആദ്യം തന്നെ നിങ്ങൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ചില റേഷ്യോസ് അനലൈസ് ചെയ്യാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഏജന്റോ അഡ്വൈസറോ വഴിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും 3 മടങ്ങ് കമ്മീഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരുന്നത്. ഈ കമ്മീഷനെ പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. കാരണം ഒരു അഡ്വൈസറും അവർക്ക് എത്ര കമ്മീഷൻ കിട്ടുമെന്ന് പറയത്തില്ല. മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ഏജൻസിന് എത്രത്തോളം കമ്മീഷൻ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പഠിച്ച് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. മൂന്നാമത്, മ്യൂച്വൽ ഫണ്ടിൽ എത്രത്തോളം ടാക്സ് നിങ്ങൾ അടയ്ക്കണം, ആ ഒരു ടാക്സ് എങ്ങനെ നിങ്ങൾക്ക് ലീഗലി സേവ് ചെയ്യാം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നാലാമത്, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു മാസം കൊണ്ട് തന്നെ 20-30% താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളെ മെന്റലി ബാധിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഈ വീഡിയോയിലെ ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കൂ. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.